दुनिया साहिल और बेला। साहिल और बेला कैसे स्कूल जाते हैं? साहिल बहुत आगे और बेला बहुत पीछे. അങ്ങനെയാണോ? സാഹിൽ വളരെ മുന്നിലേക്ക് പോകുന്നു, ബേല വളരെ പുറകിലേക്ക് പോകുന്നു. അല്ലല്ലോ, രണ്ടുപേരും ഒരുമിച്ച്. ഒരുമിച്ചെന്നുള്ളതിന്റെ വാക്കാണ് ഏക് സാത്ത്. ഏക് സാത്ത്. ഏക് സാത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. രണ്ടുപേരും എത്രാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവരാണെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? ദോനോ പാഞ്ച്വീ കക്ഷാമേ. കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്. നിങ്ങളൊക്കെ 10വീ കക്ഷാമേ, നിങ്ങൾ 10ാം ക്ലാസ്സിലാണ്. പക്ഷെ ഈ രണ്ട് കുട്ടികളും 5ാം തലത്തിലാണ്. पांचवी कक्षा में पढ़ने वाले 2 बच्चे हैं, साहिल और बेला. साहिल എന്താ പഠിച്ചോ? സാഹിൽ. ലെഫ്റ്റ് കൂടാണ് വെള്ളിയിടുന്നത്. സാഹിൽ. ബേല. സാഹിലോ ബേല. സാഹിൽ ലക്കാ ഹെ. സാഹിൽ ആൺകുട്ടിയാണ്, ബേല ലക്കി ഹെ. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് പഠിക്കാം. സാഹിൽ പാഞ്ച്വീ കക്ഷാ മേ പഠനെ വാല ഏക് ലക്കാ ഹെ. അങ്ങനെയാണെങ്കിലോ ബേല പാഞ്ച്വീ കക്ഷാ മേ പഠനെ വാലി ഏക് ലക്കി. പഠിച്ചല്ലോ. പിന്നെ വീർ ബഹൂട്ടി എന്ന വാക്ക് ഞാൻ പഠിച്ചല്ലോ. വീർ ബഹൂട്ടി എന്ന വാക്കിന്റെ അർത്ഥം മഴക്കാല പണ്ട്. ഇനിയും ഈ വീർ ബഹൂട്ടി എന്ന് പറയുന്ന ഈ ജീവിക്ക്, ഈ മഴക്കാല കിടത്തിന് 3 പ്രത്യേകതയാണ് നമ്മുടെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3 പ്രത്യേകതകൾ. അത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സുർഖ. രണ്ടാമത്തെ പ്രത്യേകത മുലായം. മൂന്നാമത്തെ പ്രത്യേകത ഗദ്ബദി. സുർഖ, മുലായം, ഗദ്ബദി. 3 പ്രത്യേകത പറയും. സുർഖ എന്ന വാക്കിന്റെ അർത്ഥം റെഡിഷ്, രക്തവർണമായ, ചോരയുടെ നിറം. മുലായം എന്ന് പറഞ്ഞാൽ വളരെ കോമളമായത്, മിനുസമുള്ളത്. ഗദ്ബദി എന്ന് പറഞ്ഞാൽ ഇതേ മീനിങ്ങിലാണ്, വളരെയധികം സോഫ്റ്റായ, വളരെയധികം മാർദ്ദവമുള്ളതാണ്. അപ്പം മുലായം, ഗദ്ബദി ഒരേ മീനിങ്ങിലാകുന്നത്. കോമളമായ പട്ടുപോലെ എന്നർത്ഥം. ഗദ്ബദി എന്ന് പറഞ്ഞാൽ മിനുസമുള്ളതാണ്. സുർഖ എന്ന് പറഞ്ഞാൽ ചോര നിറം. അപ്പൊ വീർബഹൂട്ടിയുടെ ഒന്നാമത്തെ പ്രത്യേകത മനസ്സിലായോ? സുർഖ, ചോരയുടെ നിറം. മുലായം, കോമളമായത്. ഗദ്ബദി എന്ന് പറഞ്ഞാൽ വളരെ മിനുസമുള്ളത്. അത് കയ്യിലെടുക്കാൻ വളരെ ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾക്ക് കളർഫുള്ളായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഇഷ്ടമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് ചുവന്ന നിറത്തില് അതിനകത്തിൽ കറുത്ത മുട്ടുകളോടുകൂടിയ ഈ മഴക്കാല കിടത്തെ സാഹിലും പേരെയും കയ്യിലെടുത്ത് കളിക്കാറുണ്ട്. അതിന് മുലായം, ഗദ്ബദി എന്നീ വിശേഷത കൂടി ഉണ്ടല്ലേ. വളരെ മിനുസമുള്ളതാണ്, വളരെ മാർദ്ദവമുള്ളതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഈ വീർബഹൂട്ടികളെ പതിവായി സ്കൂളിൽ പോകുമ്പോൾ കുറേ നേരം എടുത്ത് കയ്യിൽ വെക്കാറുള്ള ശീലം സാഹിലിന്റെ പേരയ്ക്ക്. അതെങ്ങനെ പറയാം നമുക്ക് ഇന്ത്യയിൽ? ये बरसाती कीड़े को हमेशा या रोज, रोज എന്ന വാക്ക് പഠിച്ചതാണ്. റോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റോസാപ്പൂവാണ്. ഇത് റോസ്, ഡെയിലി, പതിവായി. സ്കൂൾ ജാത്തെ സമയം, സ്കൂളിൽ പോകുന്ന സമയം. जी क्या करते हैं? कुछ समय हाथ में रखते हैं അല്ലേ? കുറേ സമയം അത് കയ്യിൽ വെക്കാറുണ്ട്. അപ്പം സാഹിലിന്റെയും ബേലയുടെയും ഇഷ്ടപ്പെട്ട ഒരു വിനോദം ഉണ്ടായിരുന്നു. സാഹിലോ ബേല വീർബഹൂട്ടിയോ को खोजना बहुत पसंद करते हैं. പസന്ത് കണ്ണ ഇഷ്ടപ്പെടും. ഇതാണ് ഈ പാഠത്തിന്റെ ആദ്യത്തെ ഭാവം. ഈ ഭാഗത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം പട്കഥയാണ്. പട്കഥയ്ക്കകത്ത് നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെ പ്രത്യേകത പറഞ്ഞത്? ദൃശ്യം ഏക്കെഴുതുക. അവിടെ ആ ദൃശ്യം നടക്കുന്നത് ഒരു വയലിലാണ്. എത്ര ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ആരൊക്കെയുണ്ട്? പാത്രം എന്ന് പറയും, കഥാപാത്രങ്ങൾ സാഹിൽ, ബേല. സമയം സുബഹ 9:30 ബജെ, 9:30 മണി രാവിലെയാണ്. കഥാപാത്രങ്ങളുടെ വിശേഷത പറഞ്ഞു. ദോ സ്കൂളിൽ വെച്ച് സാഹിലോ ബേല ദോനോ വീർബഹൂട്ടിയോ കോജിനെ തത്പർ ഹെ, തത്പർ താല്പര്യമുള്ളവരാണ്. ഇതാണ് പട്കഥയായി ചോദിക്കേണ്ട ഭാഗം. അതിനകത്ത് ഡയലോഗ് വരണം. കഴിഞ്ഞ വർഷം പഠിച്ചു വരുന്നത് ഡയലോഗ് എന്ന് പറയും കോൺവെർസേഷൻ. ഇതാണ് വാർത്താലാപം. വാർത്താലാപിന് ഇവർ 2 പേരും സംസ്കാരമാണ്. ആ സമയം സാഹിൽ ബേലയോട് പറയുക, देखो बेला, ये വീർബഹൂട്ടിയോ को देखो, ये तुम्हारे रिबन के जैसे लाल है. ഇതിന്റെ തലയിൽ കെട്ടി വെച്ചിരിക്കുന്ന റിബൺ കണ്ടു. ഇഷ്ടം നോക്കുക നിങ്ങൾ. ആ റിബണിന്റെ പ്രത്യേകത എന്താണ്? ചുവന്ന റിബണാണ്. ഇവിടെ ചെമ്പൻ മുന്നിൽ കെട്ടിയിരിക്കുന്നത്. ഇതിന്റെ റിബൺ പോലെ ചുവന്നതാണ്. അപ്പോൾ മനസ്സിലായോ? അവിടെ സാഹിൽ ബേലയെ
റിബണിനോട് ദീർഘകൂട്ടിയുടെ നിറത്തെ താരതമ്യം ചെയ്തിരിക്കുന്നു കേട്ടോ. ദീർഘകൂട്ടികളെ വേലയോടും സാഹിലിനോടും താരതമ്യപ്പെട്ടിരിക്കുന്നത് പോലെ വേലയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന ലാൽ റിബണിനെ ദീർഘകൂട്ടിയുടെ നിറവുമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ നടത്തുന്ന ആ സംഭാഷണമാണ് എന്നുള്ളത്. ഉടനെ വേല പറയുകയാണ്, ബഹുത് അച്ഛാ ഹെ സാഹിൽ, വളരെ നല്ലതാണ്, പക്ഷേ ദീർഘകൂട്ടികൾക്കോ കോജില ബഹുത് പസന്ത്, എനിക്ക് ഈ ദീർഘകൂട്ടികളെ പിടിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അങ്ങനെ 4 ഡയലോഗുകൾ എഴുതുക. ലാസ്റ്റ് പട്ടത എഴുതുമ്പോൾ കട്ട് എന്നെഴുതുക. കട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കട്ട് ചെയ്യപ്പെട്ടുകൊണ്ട് ആ ഷോട്ട് അവിടെ കട്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ദൃശ്യ സമാപ്തം എഴുതുക. ഞാൻ നേരത്തെ നോക്കാൻ ചെയ്യാൻ മതി. ഒന്നിൽ കട്ടെഴുതുക അല്ലെങ്കിൽ ദൃശ്യ സമാപ്തം. അതിനർത്ഥം എന്താണ്? അവിടെ കട്ട് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ആ സ്ക്രീൻ അവിടെ സമാപ്തമായി. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം ദീർഘകൂട്ടികളുടെ 3 വിശേഷത നേരത്തെ പരിചയപ്പെടുത്തായിരുന്നു. ഏതൊക്കെയാണ് പരിചയപ്പെട്ടത്? സുഖ, വിലായം, ഗതി. അങ്ങനെ 2 ചോദ്യങ്ങൾക്ക് അവിടെ സാധ്യതയുണ്ട്. പിന്നെ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഗ്രാമർ പോർഷനാണ്. ഗ്രാമർ പോർഷനിൽ സാധ്യതയുള്ളത് സംബന്ധ കാരകവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചതാണ്. ഇത് കോട്ടയം എഴുതാം, പഠിച്ചു പോകും. സംബന്ധകാരക കാരകങ്ങൾ മനസ്സിലാക്കുന്നതെല്ലാം കേസസ് എന്ന് പറയും, വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയും. കാ കേ കി അതിന്റെ പ്രയോഗം കാ കേ കി. ഇന്ത്യയുടെ ഉള്ള അടയാളമാണ്. 3ന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഇന്ത്യ ഉള്ള കാ കേ കി. കാ കേ കി ആ രീതി പഠിക്കുക. കാ എന്ന് പറയുന്നത് എങ്ങനെ അവസാനിക്കുന്നു നോക്കിയേ? ആയി. കെ എന്ന് പറയുമ്പോഴോ ഏയിൽ അവസാനിക്കുന്നു. കീ എന്ന് പറയുമ്പോഴോ ഈയിൽ അവസാനിക്കുന്നു. അതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാ എന്ന് പറയുന്നത് പുല്ലിംഗ ഏകവചന ശബ്ദങ്ങളുടെ മുമ്പിൽ പ്രയോഗിക്കണം. പുരുഷ ശബ്ദങ്ങളായിരിക്കണം. അത് സിംഗുലർ ഏകവചനമായിരിക്കണം. എന്നാൽ കെ എന്ന് പറഞ്ഞാൽ ഒന്നിലധികമുണ്ട്. അത് പുല്ലിംഗ ബഹുവചനം ഒന്നിൽ കൂടുതലായ പുരുഷ ശബ്ദങ്ങളോട് പ്രയോഗിക്കണം. കീ എന്ന് പറയുമ്പോൾ ഈലാണ്. ഒന്നോ അതിലധികമോ സ്ത്രീ ശബ്ദങ്ങളുടെ മുമ്പിൽ ചേർക്കണം. എക്സാമ്പിൾ ഞാൻ പറയാം. ഉസ്കാ ലക്ക, അവന്റെ മകൻ, അവന്റെ ആൺകുട്ടി. ഉസ്കേ ദോ ലക്കെ, അവന്റെ 2 ആൺകുട്ടികൾ. ഉസ്കി ബച്ചി, ബച്ചി എന്ന് പറഞ്ഞാൽ പെൺകുഞ്ഞെന്നാണ്. അവളുടെ അല്ലെങ്കിൽ അവന്റെ പെൺകുഞ്ഞ്. ഉസ്കി ദോ ബച്ചിയ, അവന്റെ അല്ലെങ്കിൽ അവളുടെ 2 പെൺകുഞ്ഞുകൾ. മനസ്സിലായോ? കാ കേ കി. ഒരു എക്സാമ്പിൾ പറയാം. ലക്ക, ലക്കെ, ലക്കി. ഈ ഒരു പ്രയോഗം കാ കേ കിയുടെ പ്രയോഗം നമുക്ക് പഠിക്കാറുണ്ട്. ഇന്ത്യയുടെ ഉള്ള, അതാണ് ആ പാഠത്തിൽ ഉടനീളം നമുക്കത് കാണാൻ കഴിയും. എക്സാമ്പിൾ ഞാൻ പറയാം. ദേഖോ വേല, ദീർഘകൂട്ടിയാം. തുമാരെ റുബൺ ജൈസേ ലാൽ ഹേ. തുമാരെ റുബൺ, നിന്റെ റുബൺ. റുബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എണ്ണമുണ്ട്? 2 റുബൺ. അതുകൊണ്ടാണ് തുമാരെ ചേർത്തത്. തുമാരെ, തും പ്ലസ് കെ, തുമാരെ. അവിടെ 2 എണ്ണം സൂചിപ്പിച്ചു. 2 എന്ന് പറയുമ്പോൾ ബഹുവചനമല്ലേ, അതിൻ്റെ അവിടെ ഏത് പ്രത്യേകം ചേർത്തു? തും പ്ലസ് കെ എന്ന പ്രത്യേകം ചേർത്തു. എങ്ങനെ മാറി? തുമാരെ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ബഹുവചനത്തോടു കൂടി ചേർക്കേണ്ടതാണ് കെ. തുമാരെ, തുമാരെ എന്ന. ഇനി സാഹിൽ കി ആങ്ക്, സാഹിലിന്റെ കണ്ണ് സ്ത്രീലിംഗമായതുകൊണ്ട് സാഹിൽ കി ആങ്ക്. ഇനി ആ പാഠത്തിൽ ആദ്യം ഉണ്ടല്ലോ, നോക്കുക നിങ്ങൾ. ബാദൽ ബഹുത്ത് ബർസ് ചുക്കേ ഥേ, ബാദൽ ബഹുത്ത് ബർസ് ചുക്കേ ഥേ. സുർഫി സാരാ പാനി ഉസ്മേ ബച്ചാ ഹുവാ ഥാ. നിങ്ങൾ പറയാൻ കണ്ടോ? മഴ ഒരുപാട് പെയ്തു നിന്നിരുന്നു, എന്നിട്ട് കുറെ അധികം ജലം അതിൽ അവശേഷിച്ചിരുന്നു. സപ്പോർട്ട് വന്നു കഴിയുമ്പോഴോ അതെവിടെയൊക്കെ ആയിരിക്കുന്നത്? പേടിക്കെ തലയെന്നൊരു വാക്കുണ്ടോ? പേടിക്കെ തലയെന്നൊരു ഭാഗമുണ്ടോ? മരത്തിന്റെ തായ്തടി, തനെ, പേടിക്കെ തന്നെ. പേടിക്കാ തന എന്നാണ് പറയുന്നത്. മരത്തിന് ഒരു തായ്തടിയുണ്ട്, പക്ഷെ എന്താ പറയുന്നത്? പേട് കേ തന്നെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്? മരവും തായ്തടിയും തമ്മിലുള്ള ബന്ധം, മരവുമായി ബന്ധപ്പെട്ടല്ലേ തായ്തടി, മരത്തിന്റെ പാട്ടല്ലേ, ആ ബന്ധത്തെ സൂചിപ്പിച്ചു കെ പ്രത്യയം. അപ്പം കെ എന്ന് പറയുന്നത് ബഹുവചനം മാത്രമല്ല
ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിലുള്ളത്. നമ്മൾ ഇന്ന് ഇത്രയും ഭാഗങ്ങൾ പറയുന്നത്. ആദ്യ ക്ലാസ്സിൽ ഏതൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ കാക്കേറ്റിയുടെ പ്രയോഗം പഠിച്ചില്ല. സംബന്ധകാരക ഇന്ത്യയുടെ ഉള്ള പഠിച്ചു. ബന്ധത്തെ സൂചിപ്പിക്കുന്നത് സംബന്ധ വാക്കിൻ്റെ അർത്ഥം ബന്ധമാണ്, മരവും തലയും തമ്മിലുള്ള ബന്ധം. സാഹിലും അവൻ്റെ കണ്ണും തമ്മിലുള്ള ബന്ധം. വേലയും അവളുടെ തലയിലെ റിബണും തമ്മിലുള്ള ബന്ധം. അങ്ങനെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ കാക്കേറ്റി ഇന്ത്യയുടെയുള്ള. കാ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ഏകവചൻ, കെ പുല്ലിംഗ ബഹുവചൻ, പിന്നെ ബഹുമാന സൂചക ശബ്ദവും കൂടിയാണ്. കീ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ ഏകവചന ബഹുവചനം. പിന്നെ ഇത് പട്കഥ പറഞ്ഞു, സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്? ദൃശ്യ, പാത്ര, സമയ, പിന്നീട് സംവാദം. സംവാദം എന്ന് പറഞ്ഞാൽ വാക്കാണ്. ഇനി മൂന്നാമത് പറഞ്ഞു ബീർബഹൂട്ടിക്ക് വിശേഷത. എന്തൊക്കെയാണ് ബീർബഹൂട്ടിയുടെ വിശേഷത? സുർഖർ, കുലായം, ഗദ്പതി. ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് പറയാം. സാഹിത്യത്തിൻ്റെയും വേദനയുടെ വിശേഷതകൾ എന്തൊക്കെയാണ്? ഇപ്പം രണ്ടുപേരുടെയും 3 വിശേഷങ്ങൾ ഓരോരുത്തർക്കും കാണാതെ പഠിക്കാം. ഒരാളുടെ പഠിച്ചാൽ മറ്റേയാളുടെ പഠിക്കാം. സാഹിൽ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? സാഹിൽ 5वीं कक्षा में പഠിത്താ ഹെ. അങ്ങനെയാണെങ്കിൽ വേലയോ 5वीं कक्षा में പഠിത്തി ഹെ. പെൺകുട്ടിയായോണ്ട് ഈ അവസാനിച്ചു പഠിത്തി ഹെ. ഇനി രണ്ടുപേരും രാവിലെ എന്തിനു വേണ്ടിയാണ് വയലിലേക്ക് പോകുന്നത്? സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് ബീർബഹൂട്ടികളെ പഠിക്കുക അല്ല. പിന്നെ പറയാം, 2 പേർക്ക് ഒരു പോയിന്റ് പഠിക്കാം. ദോനോ ബീർബഹൂട്ടിയോ ബഹുത്ത വസന്ത കർത്തേ ഹെ. 2 പേരും ബീർബഹൂട്ടികളെ വളരെ ഇഷ്ടപ്പെടുന്നു. 2 പ്രത്യേകതയായാലും. ഇനിയും സാഹിൽ और बेला एक साथ चलते हैं. സാഹിലും വേലയും ഒരുമിച്ചാണ് നടക്കുന്നത്. ബീർബഹൂട്ടിയായിട്ടുള്ളത് 3 പ്രത്യേകതയാണ്. 2 പേരും ഒരുമിച്ചാണ് നടക്കുന്നത്. 2 പേരും 5ാം തലത്തിലാണ് പഠിക്കുന്നത്. ബീർബഹൂട്ടികളെ ഇരിക്കുന്നതാണ് അവരുടെ ഇഷ്ട വിനോദം. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. അവിടെ പ്രതീക്ഷിച്ച ചോദ്യങ്ങളും പറഞ്ഞു. ഇനിയും ബാക്കി പഠിക്കുമ്പോഴേ ബാക്കി ചോദ്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. എങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ ആഡ് ചെയ്യുന്ന വേണമെങ്കിൽ പരീക്ഷയിൽ ചോദിക്കാം. ഇതാണ് കമ്പാരിസൺ ചോദിക്കാം. തുലനാക്കരെ. തുലനാക്കരെ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യാം, തുലനം ചെയ്യാം. തുലനാക്കരെ അതായത് എന്തിനെ എന്തിനോട് സാമ്യപ്പെടുത്തുന്നു? സാഹിലിന്റെയും വേലയുടെയും സൗഹൃദത്തെ ബീർബഹൂട്ടികളോട്, വേലയുടെ ചുവന്ന റിബണിനെ ബീർബഹൂട്ടിയോട്. അങ്ങനെ പറയും, സാഹിൽ और बेला के मित्रता को बीरबहूटियों के समान, बीरबहूटियों के समान तुलना करते हैं. പിന്നീട് എന്ത് പറയും? बेला के लाल रिबन को बीरबहूटियों के रंग के समान तुलना करते हैं. അതായത് സാഹിലിന്റെ ആണോ വേലയുടെ തലയിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന റിബണിനെ ബീർബഹൂട്ടിയുടെ നിറത്തോട് സാമ്യപ്പെടുത്തുന്നു. ബീർബഹൂട്ടിയോ കാര്യം. പിന്നെ സാഹിലിന്റെയും വേലയുടെയും സൗഹൃദത്തെ ബീർബഹൂട്ടികളുടെ ജോഡിയായി സാമ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ഇത് വായിച്ചു നോക്കുക, ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു.